ജാതീയതയില്ല എന്ന് തീർത്തും പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഓപ്പൺ ആയിട്ടല്ലല്ലോ, ഈ അജണ്ടകളെല്ലാം ഹിഡൻ ആണ്. പലരും അത് ഓപ്പൺ ആയിട്ട് ഒരു നടന്റെ കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ നിറം കറുപ്പായതുകൊണ്ടും ജാതിയിൽ താഴ്ന്നതായതുകൊണ്ടും ഇതൊക്കെ ഇതിനു മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ജാതിയെ വേർതിരിവുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞതും അച്ഛൻ മാത്രമല്ല മറ്റു പല നടന്മാരും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം വെളിപ്പെടുത്തിയതുമാണ്. അച്ഛൻ വളരെ അഭിനയിച്ച് ഹിറ്റായ 2-3 സിനിമകളിൽ നിന്ന് അച്ഛനെ മാറ്റാൻ ഈ 15 കമ്മിറ്റിയിലുള്ള ഒരു നടൻ പലപ്പോഴും അതിൻ്റെ ഡയറക്ടർമാരോട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം. അതിൻ്റെ കാരണം ജാതി തന്നെയാണ്. അതും അച്ഛൻ പറഞ്ഞതാണ്. ഇത് എൻ്റെ വേർഡ്സ് അല്ല, അച്ഛൻ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സിനിമ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ഫടികത്തിലെ അച്ഛൻ ചെയ്ത റോളില്ലേ, ചാക്കോ മാഷ്, ആ റോള് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ആ സിനിമയിൽ തന്നെയുള്ള ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛന് 20,000 രൂപ അഡ്വാൻസ് കൊടുത്തതാണ് അഭിനയിക്കാനായിട്ട്. അച്ഛൻ പെട്ടി സാധനങ്ങളായിട്ട് പുറപ്പെട്ട ശേഷമാണ് അച്ഛനെ അവിടുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വിളിച്ചില്ല. വീണ്ടും അച്ഛനെ ഏകദേശം കുറച്ച് കിലോമീറ്റർ പിന്നിട്ട ശേഷം വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ചേട്ടാ എഴുതി വന്നപ്പോൾ റോളില്ല എന്ന്. അങ്ങനെയാണ് കിട്ടിയ മറുപടി. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ജാതീയത അല്ല എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുമോ? ആ സിനിമയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമകളിൽ നിന്ന് അത് ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ചോദിക്കും, അല്ല ആ റോള് മറ്റേ പുള്ളിക്ക് കൊടുക്കുമോ, ഇല്ല അത് തിലകൻ ചെയ്താലേ നിൽക്കുകയുള്ളൂ എന്ന് ഡയറക്ടർ പറയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മീൻസ് അത് സമ്മതിച്ചത്. ഈ ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൾ ആരാണ്? ഈ സിനിമയും അയാൾക്ക് ഉണ്ടാകുന്ന ബന്ധം എന്താണ്? ഈ പവർ ഗ്രൂപ്പിലുള്ള ആൾ മാത്രം എന്നുള്ളതാണോ, അതോ അതിനപ്പുറത്തേക്ക് ആ സിനിമ പ്രസ്തുത സിനിമയായിട്ട് ബന്ധമുള്ള ആളാണോ? പവർ ഗ്രൂപ്പിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അല്ലാത്തവർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഡയറക്ടറോട് അയാളെ മാറ്റാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഡയറക്ടർമാരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. എന്നുവെച്ചാൽ ഒരാൾ തീരുമാനിക്കുക എൻ്റെ സിനിമയിൽ ആരൊക്കെ വേണം, അത് തീരുമാനിക്കേണ്ട വ്യക്തിയല്ല തീരുമാനിക്കുന്നത്, അല്ലാത്തവരെല്ലാം മാറ്റുക. ആ മാറ്റുന്ന കുറേ ഏറെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ജാതി. അത് ചില പ്രത്യേക റോളുകൾ ചെയ്യുമ്പോഴാണ്. ഒരു അപ്പർ കാസ്റ്റ് റോള് ചെയ്യാനുള്ള അവസരം വന്നാൽ, അതായത് ഒരു തിരുമേനിയായിട്ട്. ഇത് എൻ്റെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വാക്കുകളിലൂടെയാണ് കേട്ടോ. അതാ ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അച്ഛൻ പറയുന്നത് എൻ്റെ അടുത്തായിരുന്നു. ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള അച്ഛൻ്റെ മനസ്സിലെ വിഷമങ്ങൾ അച്ഛൻ എന്നോടാണ് പറയാറ്. കാരണം അച്ഛൻ അങ്ങനെ വിഷമം പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ, എല്ലാവരും ഒരു പരിക്കൻ എന്നുള്ള രീതിയിലല്ലേ. അപ്പം എന്നോട് വളരെ പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇത് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനെ ഇന്ന സിനിമകളിൽ നിന്ന് ഒരു സിനിമയുടെ കഥ പോലും മാറ്റി എഴുതേണ്ടി വന്നു അതിൻ്റെ റൈറ്റർക്ക്. അടൂർ ഭാസിക്ക് ഈ ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു? വിശ്വസിക്കുന്നുണ്ട്. അത് താങ്കൾക്ക് അല്ല, എൻ്റെ പഴയ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു നായരെ കെട്ടാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ജാതി സ്പിരിറ്റ് ഉണ്ടെന്ന്? പിന്നെ അല്ലാതെ എന്താ? അതിനുശേഷം നായരല്ലാത്തവരത്തിനെ കെട്ടിയ എന്താ കുഴപ്പം? ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. അത് വ്യക്തമായ തെളിവുകളുണ്ടായില്ല, ചുമ്മാ പറയുകയല്ല. ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. ആ രീതി സമീപനമുണ്ട്. പിന്നെ അത് ആരും പരസ്യമാക്കുന്നില്ല. പഴയ കാലത്തെ പോലെ ഈ പറഞ്ഞ പോലെ നാരായണ ഗുരുദേവൻ്റെ കാലത്തുള്ളതുപോലെ പ്രകടമായ അയിത്തം കൽപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അവരുടെ മനസ്സിലുമൊക്കെ ഇപ്പോഴും ഉണ്ട്, അതിൻ്റേതായ രീതിയിലൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ പല സ്വകാര്യ വിഷയങ്ങളിലും അല്ലാത്ത ചില പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ യാതൊരു സഹായമില്ലാതെ മേലോട്ട് നോക്കി നിന്നുപോയിട്ടുണ്ട്. അതായത് സിനിമയിൽ ഒറ്റയ്ക്ക് തന്നെ ഞാൻ തരണം ചെയ്യുകയാണ് അതല്ല ഇപ്പോൾ ഈ നിമിഷത്തിലടക്കം. ഞാൻ എല്ലാ വേദികളിലും എല്ലാ സ്റ്റേജിലും എല്ലാ സീഡിയിലും എൻ്റെ എല്ലാം കുറേ ആൾക്കാർ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ദാരിദ്ര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇതിൻ്റെ വല്ല പണി, ഇവന് വേറെ വല്ല കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഒരു അവാർഡ് കിട്ടില്ല എന്നും പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്ത സമയത്ത് ഞാൻ ബോധം കെട്ട് വീണിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ ഒരു പിച്ചളയുടെ സാധനം കിട്ടില്ല എന്നും പറഞ്ഞപ്പോൾ ബോധം കെട്ട് വീഴാൻ പോണത്. ഇന്നും എന്നെ ഇത് വെച്ചിട്ട് ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കണേ. ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമാണ്. എൻ്റെ സ്കിന്നാണ് പറയണത് ഇവർ. എൻ്റെ സ്കിന്നും എൻ്റെ ജാതിയാണ്, എൻ്റെ മതമല്ല പ്രശ്നം ഇവർക്ക്. എൻ്റെ ജാതിയും എൻ്റെ സ്കിന്നുമാണ് ഇവർക്ക് പ്രശ്നം. ആ പെയിൻ എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരു പച്ച മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
പുഴുപുലികൾ പക്ഷി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പുറക്കുന്നിവിടം ഈ ലോകം തിരുമകനെ കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. അപ്പോൾ കലഹിക്കുന്നവരൊക്കെ കലഹിക്കട്ടെ. അവര് കലഹിച്ചോണ്ടിരിക്കും, ഞാൻ ജീവിച്ചോണ്ടിരിക്കും. വീണ്ടും കാണാം. ബാബാ. വീണ്ടും കാണാം. താങ്ക് യു.